എല്ലാവർക്കും മോംസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് എല്ലായ്പ്പോഴും ഉള്ള ഒരു സംശയമാണ്, റോ മിൽക്ക് ആണോ അതോ പാസ്ചറൈസ് ആയിട്ടുള്ള പാലാണോ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടാണ് വളരെ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് റോ മിൽക്ക്. റോ മിൽക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മൾ നേരിട്ട് മൃഗങ്ങളിൽ നിന്നുള്ള പാല് ഫാമുകൾ വഴിയോ വീടുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റി വഴിയോ ഇപ്പൊ പാക്കറ്റിലും റോ മിൽക്ക് അവൈലബിൾ ആണ്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഭാഗികമായ പ്രക്രിയകൾക്കും വിധേയമാകാത്ത പാല്, അതിനെയാണ് നമ്മൾ റോ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് അത് റോ മിൽക്ക് അതുപോലെ തന്നെ കൊടുക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇത് ശരിയാണോ എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ 161 to 165 ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിൽ പാലിനെ ചൂടാക്കി പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പാസ്ചറൈസേഷനിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇത് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ, പാത്തജൻസ് എന്നിവയൊക്കെ പാലിൽ നിന്ന് റിമൂവ് ആക്കപ്പെടുന്നു. ഇതാണ് പാസ്ചറൈസേഷൻ എന്നുള്ള പ്രക്രിയ. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഉയർന്ന താപനിലയിൽ പാലിനെ ചൂടാക്കിയതിനു ശേഷം അതിനെ പെട്ടെന്ന് തണുപ്പിക്കുക. ഈ പെട്ടെന്ന് തണുപ്പിക്കുന്നത് അതിനകത്ത് മൈക്രോബ്സ് വളരാതിരിക്കാനാണ്. പാസ്ചറൈസേഷനിലൂടെ വളരെ ചെറിയൊരു അളവിൽ ന്യൂട്രിയൻസ് നഷ്ടമാവുന്നുണ്ട്. പക്ഷേ പച്ചപ്പാലിൽ ന്യൂട്രിയൻസ് മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്, ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സാൽമോനെല്ല, ഈ കോളി ബാക്ടീരിയ, ലിസ്റ്റീരിയ പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമായേക്കാവുന്ന ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും പച്ചപ്പാല് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാലിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുക എന്നുള്ളതാണ്. പാല് തിളപ്പിക്കുക എന്നുള്ള പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത്? പാലിനകത്തെ ബാക്ടീരിയകൾ നശിപ്പിക്കാനായിട്ട് പാല് മിനിമം 2 മുതൽ 3 മിനിറ്റ് വരെ മിനിമം തിളപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇത്ര അധികം നേരം പാല് തിളപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ന്യൂട്രിയൻസ് വലിയ തോതിൽ തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് വൈറ്റമിൻ B12, B3, B6, ഫോളിക് ആസിഡ് ഇവയൊക്കെ ഒരു 36% വരെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ പാസ്ചറൈസ് ചെയ്ത പാല് നമ്മൾ വീണ്ടും തിളപ്പിക്കേണ്ടേ എന്നുള്ളതായിരിക്കും മറ്റൊരു സംശയം. പാസ്ചറൈസ് ചെയ്ത പാല് നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ മിക്കവാറും പേരും അത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രിയൻസ് മാക്സിമം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പാല് തിളച്ച് വരുന്നതോടുകൂടി പാല് ഓഫ് ചെയ്യാം. പാസ്ചറൈസ് ചെയ്ത പാല് നമ്മൾ 3 മിനിറ്റ് വരെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് ബാക്ടീരിയകളൊക്കെ ഓൾറെഡി നശിച്ചതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ പച്ചപ്പാൽ, റോ മിൽക്ക് ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യരുത്. പച്ചപ്പാല് നമ്മൾ 2-3 മിനിറ്റ് വരെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാസ്ചറൈസ് ചെയ്ത പാലിന് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഷെൽഫ് ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നാൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. തിളപ്പിച്ച പാല് 1 ദിവസത്തിനകത്ത് യൂസ് ചെയ്യണം എന്നുള്ളപ്പോൾ പാസ്ചറൈസ് ചെയ്ത പാല് 3 ദിവസം മുതൽ ഒരാഴ്ച വരെ, അത് ഏത് തരത്തിലുള്ള പാസ്ചറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചിട്ട് അത് മാസങ്ങളോളം സൂക്ഷിക്കാവുന്ന പാസ്ചറൈസ് ചെയ്ത പാലും അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ തരത്തിലുള്ള പാസ്ചറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാസ്ചറൈസ് ചെയ്തിട്ടുള്ള പാലാണ്. ഇത്രയും പറഞ്ഞിട്ട് എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിച്ചാലോ? പാസ്ചറൈസ് ആയിട്ടുള്ള പാലാണോ പച്ചപ്പാലാണോ കൂടുതൽ നല്ലത്? ഒരു സേഫർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളെ അമ്മയുടെ പാലല്ലാത്ത മറ്റ് ഒരു പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും സേഫർ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ അത് റിമൂവ് ആക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള പാസ്ചറൈസേഷൻ പോലെയുള്ള ഒരു പ്രക്രിയയിലൂടെ വിധേയമാക്കപ്പെട്ട പാല് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഒരു സേഫ് ആയിട്ടുള്ള കാര്യം. വളരെ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പലതരം രോഗങ്ങൾ മൂലമോ കോവിഡ് മൂലമോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകൾക്കും 60 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്കും ഇപ്പോഴും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പാസ്ചറൈസ് ആയിട്ടുള്ള പാല് തന്നെയാണ് കൂടുതൽ നല്ലത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത് മുഴുവനായിട്ടും വിശ്വാസത്തിലെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വളരെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ പച്ചപ്പാല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
വൃത്തിയും സുരക്ഷയും ഉറപ്പു തരുന്ന ഇടങ്ങളിൽ നിന്ന് മാത്രം പാല് വാങ്ങിക്കുക. മാത്രമല്ല, വാങ്ങിച്ചതിന് ശേഷം മിനിമം 2 to 3 മിനിറ്റ് വരെ അത് തിളപ്പിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. We'll meet again with the next video. Bye.